Hi, welcome back. It's me from Ritseju. A very good morning to all of you. Today I would like to discuss about tax planning, tax evasion and tax avoidance, which is coming under the module 4th of Kerala PSC Assistant Professor in Commerce examination syllabus under the heading Income Tax, Goods and Service Tax. This is my 27th video regarding the Kerala PSC Assistant Professor in Commerce examination syllabus oriented classes. So ഇൻകം ടാക്സ് എന്ന ഒരു സബ്ജക്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട 3 ടേംസ് ആണ് ടാക്സ് പ്ലാനിങ്, ടാക്സ് ഇവേഷൻ ആൻഡ് ടാക്സ് അവോയ്ഡൻസ്. ഒരുപാട് വൈഡ് പോർഷൻസ് ഉണ്ട് ഇൻകം ടാക്സിൻ്റെ അണ്ടറിൽ. അപ്പോൾ അതിൽ ഈ 3 ടേം കുറച്ചും കൂടി നമ്മൾക്ക് എല്ലാവർക്കും ഫെമിലിയറായ ടേമുമാണ്, അറ്റ് ദ സെയിം ടൈം ഇമ്പോർട്ടൻ്റ് ആയ ടേമുമാണ്. ഈ ഫെമിലിയറായ ടേമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഇതിനെക്കുറിച്ചുള്ള ലിറ്ററേച്ചർ അവൈലബിൾ ആയത് കാരണം ഒരു പക്ക കറക്റ്റ് ആൻസർ നമുക്ക് കാൻഡിഡേറ്റ്സിന് എഴുതാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തും. കാരണം ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഫെമിലിയറായ ഒരു ടേമുമാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് കൂടുതൽ കെയർ കൊടുക്കാണ്ട് നമ്മൾ വിടുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ എന്നിരുന്നാലും എക്സാമിന് ചോദിക്കാൻ 95% സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഈ 3 ടേംസും. അപ്പോൾ വീഡിയോ സിമ്പിളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ എന്നാലും ശ്രദ്ധിച്ച് ഇത് എൻ്റെ ലാസ്റ്റ് വരെ കേൾക്കുക. നമ്മളെ എക്സാം ഏറെക്കുറെ അടുത്ത് വന്നു. എല്ലാവരും ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് സെൻറ്ററൊക്കെ മനസ്സിലാക്കി എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നറിയാം. അപ്പോൾ നമ്മൾക്ക് ഇനിയുള്ള ഡേയ്സ് വെരി ക്രൂഷ്യൽ ഡേയ്സ് ആണ്. സോ നമുക്ക് പോർഷൻസിലേക്ക് പോവാം. എന്താണ് ടാക്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ? So tax planning is the logical analysis of income and expenditure to save tax paid on annual income and profits earned. A good tax planning is done by using the right mix of investment in order to minimize the tax liability. Tax planning is a legal way, legal method of reducing the tax liability and tax planning. Tax liability amount എത്രത്തോളം കുറക്കാൻ പറ്റും എന്ന് തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സാണ് ടാക്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. സോ ഇറ്റ് ഈസ് എ ലോജിക്കൽ അനാലിസിസ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. നമ്മൾ ഇൻകത്തിൻ്റെ എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു ലോജിക്കൽ അനാലിസിസ് ആണ്. For what purpose we are logically analyzing the income and expenditure? To save the taxes paid on our annual income and profits earned. So a good tax planning is done by using the right mix of investment in order to minimize the tax liability. Tax liability കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏൺ ചെയ്ത ഹാർഡ് ഏൺ ഇൻകം നമ്മൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ റൈറ്റ് മിക്സ് ഓഫ് സോഴ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ആ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. അതായത് ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിൽ നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലീഗൽ പ്രോസസ്സിലൂടെ ടാക്സിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി കുറക്കുന്ന ഒരു പ്ലാനിങ് പ്രോസസ്സാണ് ടാക്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. സോ ടാക്സ് പ്ലാനിങ് അലൗസ് എ ടാക്സ് പേയർ ടു മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് ഡിഫറെൻറ്റ് ടാക്സ് എക്സംഷൻസ്, ഡിഡക്ഷൻസ് ആൻഡ് ബെനിഫിറ്റ്സ് ടു മിനിമൈസ് ടാക്സ് ലയബിലിറ്റി ഈച്ച് ഫിനാൻഷ്യൽ ഇയർ. അതായത് ഓരോ ഫിനാൻഷ്യൽ ഇയറിലും നമ്മൾക്ക് ടാക്സ് എക്സംഷൻ അവൈൽ ചെയ്യുക, ടാക്സ് ഡിഡക്ഷൻസ്, ടാക്സ് ബെനിഫിറ്റ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി അത് നമ്മൾ എൻജോയ് ചെയ്തിട്ട്, അതായത് ടാക്സ് എക്സംഷൻ കിട്ടുന്ന സോഴ്സിലൊക്കെ നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. പരമാവധി നമുക്ക് ഡിഡക്ഷൻസ് അവൈൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഡിഡക്ഷൻസും അവൈൽ ചെയ്യാം. ദെൻ ചില സോഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂവിൽ നമ്മൾ ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ മേ ബി നമുക്ക് 10% ടാക്സ് എക്സംഷൻ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സോഴ്സൊക്കെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അതിലൊക്കെ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ലീഗൽ പ്രോസസ്സാണ് ടാക്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ടാക്സ് പ്ലാനിങ് അലൗസ് എ ടാക്സ് പേയർ ടു മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് ഡിഫറെൻറ്റ് ടാക്സ് എക്സംഷൻ. വാട്ട് എവർ ബി ദ സോഴ്സ് ഓഫ് എക്സംഷൻസ്, വി ഹാവ് ടു എൻജോയ് all those exemptions, deductions and benefits to minimize the tax liability each year. ലൈക്ക് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഓൺ ലോൺ, നമ്മൾ ലോണിന് കൊടുക്കുന്ന ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന പ്രീമിയം, then അതുപോലെ നമ്മൾ ഡൊണേഷൻസ്, അതുപോലെ തന്നെ റെക്കഗ്നൈസ്ഡ് ആയ ഡൊണേഷൻസ്, 10% ഡിഡക്ഷൻ കിട്ടുന്ന ഡൊണേഷൻ ഉണ്ട്, 50% ഡിഡക്ഷൻ കിട്ടുന്ന ഡൊണേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡൊണേഷൻസിൽ ഇതൊക്കെ നമ്മൾ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ലീഗൽ വേയിലൂടെ നമ്മൾ ടാക്സ് ലയബിലിറ്റി കുറക്കുന്ന ഒരു പ്രോസസ്സാണ് ടാക്സ്
പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. സോ എന്തിനു വേണ്ടിയിട്ടാണ്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ടാക്സ് പ്ലാനിങ് ഓർ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ടാക്സ് പ്ലാനിങ്? So tax planning is usually refers to a more intelligent, holistic and long-term strategy for optimizing and reducing taxes. That is, tax planning is usually refers to a more intelligent, holistic and long-term strategy for optimizing and reducing taxes. Then next, what is the importance of tax planning? Tax planning is important for both small and large business because it can help them to achieve their business goals. Higher incomes are subject to higher tax rates, which is why it is prudent to save as much as of our hard-earned income as possible. Tax saving also inculcates a financially healthy habit of setting aside a portion of our income for investment that can help save taxes and also protect our finance in the long run. Most tax saving instruments offer more than just tax benefits. They also function as important scheme that build up a corpus to meet our short term and long term financial goals. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ടാക്സ് പ്ലാനിങ് ചെയ്യുന്നത്? ടാക്സ് പ്ലാനിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ബോത്ത് സ്മോൾ സ്കെയിൽ ആൻഡ് ലാർജ് സ്കെയിൽ. വാട്ട് എവർ ബി ദ സൈസ് ഓഫ് ബിസിനസ്, ടാക്സ് പ്ലാനിങ് ഈസ് എസെൻഷ്യലി ഇമ്പോർട്ടൻറ്റ് ഫോർ ബോത്ത് സ്മോൾ സ്കെയിൽ ആൻഡ് ലാർജ് സ്കെയിൽ ബിസിനസ് എൻ്റർപ്രൈസസ് ടു ഇൻ ഓർഡർ ടു അച്ചീവ് ദെയർ ബിസിനസ് ഗോൾ. അപ്പോൾ ഇൻകം കൂടുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരും. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് പ്രൂഡൻറ്റ് ടു സേവ് അപ്പ് ആസ് മച്ച് ഓഫ് ഇൻകം കൂടുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ ടാക്സ് കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് പ്രൂഡൻറ്റ് ടു സേവ് ആസ് മച്ച് ആസ് ഓഫ് അവർ ഹാർഡ് ഏൺഡ് ഇൻകം ആസ് പോസിബിൾ. നമ്മൾ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ ഇൻകം നമ്മൾ പരമാവധി സേവ് ചെയ്യണം, സേവ് ചെയ്ത് ടാക്സ് ലയബിലിറ്റി കുറക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ടാക്സ് പ്ലാനിങ് ചെയ്യുന്നത്. സോ ടാക്സ് സേവിങ് ഓൾസോ ഇൻകൾക്കേറ്റ്സ്, ടാക്സ് സേവ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇറ്റ് ഓൾസോ ഇൻകൾക്കേറ്റ്സ് എ ഫിനാൻഷ്യലി ഹെൽത്തി ഹാബിറ്റ് ഓഫ് സെറ്റിംഗ് അസൈഡ് എ പോർഷൻ ഓഫ് അവർ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് നമ്മൾ ഇങ്ങനെ സേവ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഓരോ മന്ത്ലി അല്ലെങ്കിൽ ഓരോ ഇയറിൽ നമ്മൾ ഏൺ ചെയ്യുന്ന ഇൻകത്തിൻ്റെ ഒരു നിശ്ചയ ശതമാനം നമ്മൾ എന്ത് ചെയ്യും, സേവിങ്സ് ആയിട്ട് മാറ്റി വെക്കും. അപ്പോൾ അതൊരു സേവിങ് ഹാബിറ്റ് ടാക്സ് പേയേഴ്സിൻ്റെ ഇടയ്ക്ക് ഇൻകൾക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഈ ഒരു ശീലം തുടരാൻ വേണ്ടി പറ്റും. അതായത് ടാക്സ് സേവിങ്സിലൂടെ നമ്മൾക്കൊരു സേവിങ് ഹാബിറ്റ്, ഒരു സേവിങ് മെൻറ്റാലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്നാണ് ടാക്സ് പ്ലാനിങ് കൊണ്ട് പറയുന്നത്. that can help saves taxes and also protect our finance in the long run. അപ്പോൾ നമുക്ക് കുറേ കാലത്തേക്ക് നമ്മളെ ഫിനാൻസിനൊരു പ്രൊട്ടക്ഷൻ, അതായത് സേവിങ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ലോങ് റണ്ണിലേക്ക് ഫണ്ടിന് ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ടാക്സ് പ്ലാനിങ്ങിലൂടെ നമുക്കൊരു സേവിങ് ഹാബിറ്റ് ഇൻകൾക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ലോങ് ടേം ഫിനാൻഷ്യൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റും. Then മാത്രമല്ല, മോസ്റ്റ് ഓഫ് ദ ടാക്സ് സേവിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫർ മോർ ദാൻ ജസ്റ്റ് ടാക്സ് ബെനിഫിറ്റ്സ്. They also function as an important schemes that build up a corpus to meet our short term and long term. അതായത് നമ്മൾക്ക് ടാക്സ് സേവ് ചെയ്യുക അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമല്ല, നമ്മൾക്ക് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് മാറ്റിവെക്കാനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേദിയായിട്ടും കൂടി ടാക്സ് പ്ലാനിങ്ങിലൂടെ പറ്റും. അതുപോലെ നമ്മൾക്ക് കോർപ്പറേറ്റ് ഫണ്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നതാണ് ടാക്സ് പ്ലാനിങ് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. സോ ഫ്രം ദിസ് explanation one can know what is tax planning and what are the benefits of tax planning or what are the importance of tax planning. The next very important term coming under income tax under module 4 is tax evasion and tax avoidance. So first I move to discuss about tax evasion. Tax evasion means concealing income or information from tax authorities and it is illegal. Concealing income or information from tax authority. നമ്മൾ മനഃപൂർവ്വം ഏതെങ്കിലും ഒരു സോഴ്സ് ഓഫ് ഇൻകം മറച്ചു വെക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻകം, ഒരു സോഴ്സ് ഓഫ് ഇൻകത്തിലെ പെർട്ടിക്കുലർ ഐറ്റം ഓഫ് ഇൻകം നമ്മൾ ഇൻകം ടാക്സ് അതോറിറ്റീസിൻ്റെ മുമ്പിൽ നിന്നും മനഃപൂർവ്വം നമ്മൾ എന്ത് ചെയ്യുക, മറച്ചു വെക്കുക ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ ടാക്സ് ലയബിലിറ്റി. അതാണ് ശരിക്കും ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
So, tax evasion is the use of illegal methods of concealing income or information from tax authority. Tax authorityൻ്റെ മുമ്പിൽ നിന്നും നമ്മൾ ഇല്ലീഗൽ മെത്തേഡ് ഉപയോഗിച്ച് നമ്മളൊരു പെർട്ടിക്കുലർ സോഴ്സ് ഓഫ് ഇൻകം, ഒന്നുകിൽ പെർട്ടിക്കുലർ സോഴ്സ് ഓഫ് ഇൻകം, അതായത് ഇൻകം ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഒരു ഇൻഡിവിജ്വൽ മേ ഏൺ ഇൻകം അണ്ടർ 5 heads: ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. സോ ദീസ് ആർ ദ 5 heads ഓഫ് ഇൻകം. ഒന്നുകിൽ ഇതിലേതെങ്കിലും ഒരു ഹെഡ് നമ്മൾ മനഃപൂർവ്വം മറച്ചു വെക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹെഡിലെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം നമ്മൾ മനഃപൂർവ്വം കൺസീൽ ചെയ്ത് വെക്കുക. ഇത് ഇല്ലീഗൽ മെത്തേഡാണ്. ഇതിനെയാണ് നമ്മൾ ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്. സോ ടാക്സ് ഇവേഷൻ ക്യാൻ റിസൾട്ട് ഇൻ ഫൈൻസ്, പെനാൽറ്റീസ് ഓർ ഇംപ്രിസൺമെൻറ്റ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മനഃപൂർവ്വം മറച്ചു വെക്കുന്നത് കാരണം വിച്ച് മേ ബി റിസൾട്ടഡ് ഐദർ ഇൻ ഫൈൻ അടക്കേണ്ടി വരും, അല്ലെങ്കിൽ പെനാൽറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ബോത്ത് രണ്ടും ആവാം, ഫൈനും ഇംപ്രിസൺമെൻറ്റ് രണ്ടും ആവാം. ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. സോ ടാക്സ് ഇവേഷൻ ഇസ് എ ക്രൈം ഇൻ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ഓർ എ ബിസിനസ് entity intentionally underpays or hide certain amount of taxes. നമ്മൾ മനഃപൂർവ്വം അണ്ടർപേസ്, കുറച്ച് എമൗണ്ട് കാണിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം ഒളിച്ചു വെക്കുന്ന ഒരു പ്രവണതയാണ് ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എ ക്രൈം ഇൻ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ഓർ എ ബിസിനസ് എൻറ്റിറ്റി ഇൻറ്റൻഷ്യലി underpays or hide certain amount of tax. It is basically non-payment of tax by means of not reporting all taxable income or by taking not allowed deductions. അതായത് നമ്മൾ കൺസീൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൺസീൽമെൻറ്റ് ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നോട്ട് റിപ്പോർട്ടിംഗ് ഓൾ ടാക്സബിൾ ഇൻകം, എല്ലാ ടാക്സബിൾ ഇൻകം ഇൻകം ടാക്സ് അതോറിറ്റീസിൻ്റെ മുമ്പിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഓർ ബൈ ടേക്കിംഗ് നോട്ട് അലൗഡ് ഡിഡക്ഷൻസ്, അതായത് നമ്മൾക്ക് അലൗബിൾ ഡിഡക്ഷൻസ് കൂടാതെ അതിൽ കൂടുതൽ ഡിഡക്ഷൻസ് നമ്മൾ അവെയിൽ ചെയ്തിട്ട് ഇല്ലീഗൽ വഴിയിലൂടെ നമുക്ക് ടാക്സ് ലയബിലിറ്റി കുറക്കുന്ന ഒരു തരം പ്രവണതയാണ് ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞാൽ. ദിസ് ടേം ഈസ് ഒറിജിനേറ്റഡ് in England in between 1920 and 1925. ഫസ്റ്റ് ഈ ടേം ഒറിജിനേറ്റ് ചെയ്തത് ഇംഗ്ലണ്ടിലാണ്. 1920-25 കാലഘട്ടത്തിലാണ് ഈ ടേം ഒറിജിനേറ്റ് ചെയ്തത്. അപ്പോൾ ഇതാണ് ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് ടാക്സ് അവോയ്ഡൻസ് എന്ന് പറഞ്ഞാൽ? Tax avoidance is a legal method to minimize the amount of income tax owned by an individual or a business. ഒരു ബിസിനസ് എൻറ്റിറ്റിയോ, അല്ലെങ്കിൽ ഒരു കമ്പനിയോ, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലോ, അല്ലെങ്കിൽ ഒരു AOPയോ BOIയോ വാട്ടർ ഇറ്റ് മേ ബി, നമ്മൾ ഒരു ലീഗൽ മെത്തേഡിലൂടെ നമ്മളെ ടാക്സ് ലയബിലിറ്റിൻ്റെ എമൗണ്ട് കുറക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് ടാക്സ് അവോയ്ഡൻസ് എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എ ലീഗൽ മെത്തേഡ് ടു മിനിമൈസ് ദ എമൗണ്ട് ഓഫ് income tax owned by an individual or a business. This is generally accomplished by claiming as many deductions and credits as are allowable. അതായത് നമ്മൾ ഇത് അവെയിൽ ചെയ്യുന്നത് ഒരുപാട് ഡിഡക്ഷൻസ് അവെയിൽ ചെയ്തിട്ടാണ്. അതായത് നമ്മൾ ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിൽ നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്തതിനാൽ സെക്ഷൻ 80 മുതൽ 80 UU വരെയുള്ള ഒരുപാട് ഡിഡക്ഷൻസ് നമുക്ക് അവെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിൽ നമ്മൾ ഹാർഡ് ഏൺ ചെയ്ത ഇൻകം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഡിഡക്ഷൻസ് അവെയിൽ ചെയ്തിട്ട് ടാക്സ് ലയബിലിറ്റി കുറക്കുന്ന ഒരു ലീഗൽ പ്രോസസ്സാണ് ടാക്സ് അവോയ്ഡൻസ് എന്ന് പറഞ്ഞാൽ. So tax avoidance involves the legal exploitation of tax laws to one's own advantages. നമ്മളെ സ്വന്തം അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട് ലീഗലി നമ്മുടെ ടാക്സിൻ്റെ എല്ലാ ലൂപ്പ് ഹോൾസും കണ്ട് മനസ്സിലാക്കിയിട്ട് ടാക്സ് ലയബിലിറ്റി കുറക്കുന്ന ഒരു പ്രോസസ്സാണ് ടാക്സ് അവോയ്ഡൻസ് എന്ന് പറഞ്ഞാൽ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ട്രാൻസ്ഫർ സം മണി ടു അവർ നോൺ വർക്കിംഗ് സ്പൗസ് ഓർ മൈനർ ചൈൽഡ് ആൻഡ് ഇൻവെസ്റ്റ് ദാറ്റ് സംസ് ഇൻ എ ടാക്സ് ഫ്രീ ഇൻസ്ട്രുമെൻറ്റ് സച്ച് ആസ് public provident fund or tax free bonds etc. is one of the legal ways to reduce the tax liability. അതായത് നമ്മൾ ലീഗൽ വേസിലൂടെ ടാക്സ് ലയബിലിറ്റി കുറക്കാനുള്ള ഒരു മെത്തേഡായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ആരാണോ പിന്നെ വർക്കിംഗ് മാൻ, അതായത് വെദർ ഇറ്റ് മേ ബി ഹൗസ് വൈഫ് ഓർ എ ഹസ്ബൻഡ്, അപ്പോൾ അവരുടെ ഇൻകം സ്പൗസിന്, അത് ആരും ആവാം, വർക്ക് ചെയ്യാത്ത സ്പൗസിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ മൈനർ ചൈൽഡിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഇൻകം എന്ത് ചെയ്യുക, പിന്നെ ടാക്സ് ഫ്രീ ഇൻസ്ട്രുമെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ട് പോലെയുള്ള ടാക്സ് ഫ്രീ ബോൺസ് പോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾക്ക് ലീഗൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ടാക്സ് ലയബിലിറ്റി കുറക്കുന്ന ഒരു പ്രോസസ്സാണ് ടാക്സ് അവോയ്ഡൻസ്
അവോയ്ഡൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് എൻ്റെ എക്സ്പ്ലനേഷനിൽ ടാക്സ് ഇവേഷൻ ഒന്നും ടാക്സ് അവോയ്ഡൻസ് ഒന്നും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട് ഇത് രണ്ടും തമ്മിൽ, ടാക്സ് ഇവേഷൻ വേഴ്സസ് ടാക്സ് അവോയ്ഡൻസ് എന്താണ്. അപ്പോൾ ടാക്സ് ഇവേഷൻ ആസ് ആൻ ഇല്ലീഗൽ ആൻഡ് ഫ്രോഡുലൻറ്റ് പ്രാക്ടീസ് ആണ്, ഇല്ലീഗലാണ്, തികച്ചും നിയമത്തിന് എഗെയിൻസ്റ്റ് ആണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. വേറാസ് ടാക്സ് അവോയ്ഡൻസ് എന്ന് പറഞ്ഞാൽ ലീഗൽ പ്രോസസ്സിലൂടെ നമ്മൾ ടാക്സ് ലയബിലിറ്റി കുറക്കുന്നതാണ് ടാക്സ് അവോയ്ഡൻസ്. ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ടാക്സ് ഇവേഷൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഇസ് ടു ഡെലിബറേറ്റ്ലി ഇവൈഡ് പേയിങ് ടാക്സസ് വിച്ച് ആർ ആക്ച്വലി ഓൺഡ്. ശരിക്കും നമ്മൾക്ക് എത്രയാണോ ടാക്സ് ലയബിലിറ്റി ഉള്ളത് അതിന് എത്രയാണോ ഇൻകം ടാക്സ് അടക്കേണ്ടത്, ഒരു കൺസേൺ പ്രീവിയസ് ഇയറിൽ നമ്മൾ ഏൺ ചെയ്ത ഇൻകത്തിന് എത്രയാണോ നമ്മൾ ഇൻകം അടക്കേണ്ടത് അതിനെ നമ്മൾ മനഃപൂർവ്വം ആ എമൗണ്ട് കുറക്കാൻ വേണ്ടിയിട്ട് അതിനെ ടാക്സ് ഇവേഡ് ചെയ്യുന്നതാണ് ടാക്സ് ഇവേഷൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ. സോ ദ മെയിൻ ഇൻറ്റൻഷൻ ബിഹൈൻഡ് ദ ടാക്സ് evasion is to deliberately evade paying taxes which are actually owned. Whereas tax avoidance ആണെങ്കിൽ here the main intention is to optimize and reduce one's tax liability. ഒരാളുടെ ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ലീഗൽ മെത്തേഡാണ്, അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ ടാക്സ് അവോയ്ഡൻസിൻ്റെ. ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് ആയിട്ട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് ഇവേഷൻ The next difference in tax evasion employ illegitimate means, that is employing unfair means. Unfair means ഉപയോഗിച്ചിട്ട് ടാക്സിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം നമ്മൾ ഇവേഡ് ചെയ്യുന്നതാണ് ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞാൽ. ഇല്ലെജിറ്റിമേറ്റ് മീൻസ് ആണത്. ബട്ട് ടാക്സ് അവോയ്ഡൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് അവെയിൽ ലൂപ്പ് ഹോൾസ് ഇൻ ലോ ബട്ട് കംപ്ലൈ ദ ലോ പ്രൊവിഷൻസ് ഓഫ് ഇൻകം ടാക്സ്. അതായത് നമ്മൾ എന്തൊക്കെയാണോ ലൂപ്പ് ഹോൾസ് ഉള്ളത് ആ ലൂപ്പ് ഹോൾസ് എല്ലാം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി നമ്മൾ ലീഗൽ മെത്തേഡിലൂടെ ടാക്സിൻ ലയബിലിറ്റി കുറക്കുന്ന ഒരു മെത്തേഡാണ് ടാക്സ് അവോയ്ഡൻസ്. വേറെ ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇല്ലീഗൽ മെത്തേഡിലൂടെ അല്ലെങ്കിൽ അൺഫെയർ മീൻസിലൂടെ ഇല്ലെജിറ്റിമേറ്റ് മീൻസിലൂടെ ടാക്സിൻ ലയബിലിറ്റി കുറക്കുന്നതാണ് ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഇവേഷൻ ഇസ് ഡൺ ആഫ്റ്റർ ദ ടാക്സ് ലയബിലിറ്റി. ടാക്സ് ലയബിലിറ്റിയും കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ ടാക്സ് ഇവേഷൻ ചെയ്യുന്നത്. വേറാസ് ടാക്സ് അവോയ്ഡൻസ് ഇസ് ഡൺ ബിഫോർ ദ ടാക്സ് ലയബിലിറ്റി. ദ നെക്സ്റ്റ് ഡിഫറൻസ് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പാക്റ്റ് ഈസ് പെനാൽറ്റി ഓർ ഇംപ്രിസൺമെൻറ്റ് ഓർ ബോത്ത്. അപ്പോൾ ടാക്സ് ഇവേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ അത് പെനാൽറ്റി ആവാം, അല്ലെങ്കിൽ അത് ഇംപ്രിസൺമെൻ്റ് ആവാം, അല്ലെങ്കിൽ ഫൈൻ, ഇത് രണ്ടും ആവാം. വേറാസ് ടാക്സ് അവോയ്ഡൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പാക്റ്റ് ഈസ് പെനാൽറ്റി ഓർ ഇംപ്രിസൺമെൻറ്റ് ഈഫ് വയലേറ്റ്സ് ദ ടാക്സ് റൂൾ. നമ്മൾ ടാക്സ് അവോയ്ഡൻസ് ലീഗൽ മെത്തേഡിലൂടെ ചെയ്യുന്നതാണ്. ആ ലീഗൽ മെത്തേഡിലൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ഇംപ്രിസൺമെൻറ്റോ പെനാൽറ്റിയോ ഒന്നും തന്നെ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും ടാക്സ് റൂൾസ് വയലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ടാക്സ് ഇവേഷൻ പോലെ തന്നെ ഇവിടെയും പെനാൽറ്റി അല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് ഉണ്ടാവാം. So it is concluded from the above discussion that tax avoidance and tax evasions are those concepts which enables a person to avoid liability on his income tax charged. One concept is completely legal as provided under Income Tax Act 1961 and another is completely illegal. That is, legal is tax avoidance and illegal is tax evasion. For the purpose of tax avoidance, government has provided various ways in which a person can legally restrain tax on his income, whereas on the other hand, government has given various penalties on the concept of tax evasion. So I hope you all are clear with my simple explanation about tax planning, its importance, tax evasion and tax avoidance, etc. So thank you.